നമസ്കാരം. ഡ്രൈ ഡേകളിൽ മദ്യം വിളമ്പാൻ ഏകദിന പെർമിറ്റ് അനുവദിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം. ബിസിനസ് സമ്മേളനങ്ങൾ, രാജ്യാന്തര കോൺഫറൻസുകൾ എന്നിവയുടെ ഭാഗമായി 1-ാം തീയതിയും ഇനി മുതൽ മദ്യം വിളമ്പാം. ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന സർക്കാർ പുതിയ മദ്യനയത്തിലൂടെ നിലപാടിൽ വെള്ളം ചേർത്തു എന്നതാണ് ഇപ്പോൾ നേരിടുന്ന വിമർശനം. ശക്തമായ ഭാഷയിൽ എതിർപ്പുമായി KCBC രംഗത്തുണ്ട്. മുൻ വർഷത്തെ മദ്യനയത്തിന്റെ തുടർച്ച മാത്രമാണ് പുതിയ നയം എന്നതാണ് സർക്കാരിന്റെ ന്യായീകരണം. ലഹരി ആസക്തി കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ ഈ നയം അതിന് അനുയോജ്യമാണോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിലെ ഡോക്ടർ ജിൻഡോ ജോൺ, KCBCയിൽ നിന്ന് ശ്രീ പ്രസാദ് കുരുവിള, മദ്യപാന സംഘടനയെ പ്രതിനിധീകരിച്ച് ഹരി പുളിയറക്കോണം, അതോടൊപ്പം തന്നെ ഇടത് നിരീക്ഷകൻ ശ്രീ ജയചന്ദ്രൻ എം ജയചന്ദ്രൻ എന്നിവരുമാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ പ്രസാദ് കുരുവിള, ഈ പുതിയ മദ്യനയം വരുമ്പോൾ അല്ലെങ്കിൽ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ എക്സൈസ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരി മുക്തമാക്കുക, ജനങ്ങൾക്ക് ലഹരിയോടുള്ള ആസക്തി ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരിക. ഈ 2 കാര്യങ്ങളാണ് മദ്യനയത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ്. ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ ലക്ഷ്യപ്രാപ്തിക്ക് അനുയോജ്യമായ നയമാണോ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്? എന്താണ് KCBCക്ക് ഈ നയത്തെക്കുറിച്ചുള്ള അഭിപ്രായം? പ്രത്യേകിച്ച് ഈ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ഒക്കെ യഥേഷ്ടം ഉൽപ്പാദിപ്പിക്കാൻ കൂടി അനുമതി നൽകുന്നുണ്ട് ഈ നയത്തിൽ ഇന്ന് കാണുമ്പോൾ. അല്ല, അതെന്തൊരു നയമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ ലഹരിയാസക്തി കുറയ്ക്കുവാൻ എക്സൈസ് വകുപ്പ് മന്ത്രി നിശ്ചയിച്ചിരിക്കുന്ന ഒരു നയമാണോ ഈ മദ്യഷാപ്പുകൾ കൂടുതൽ അനുവദിക്കുക എന്ന്? നമ്മുടെ സ്കൂളിലെ, നമ്മുടെ കോളേജുകളിലെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളാരും തന്നെ മദ്യപിക്കുന്നവരല്ല. കൊച്ചു കുട്ടികൾ ഇപ്പം മയക്കുമരുന്നിലേക്കാണ് കടന്നിരിക്കുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും അത് എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യം അവിടെ തെറ്റാണെന്നുള്ള വ്യക്തമല്ലേ? സ്കൂളുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മദ്യോപയോഗമില്ല. മറ്റ് രാസലഹരികളോ അല്ലെ കഞ്ചാവോ പോലുള്ള മയക്കുമരുന്നുകളോ പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ ഉപയോഗത്തെ തടയാൻ ചെയ്യേണ്ടത് എരുതിയിൽ എണ്ണ കഴിക്കുന്ന പോലത്തെ ഒരു നയമാണോ ആവശ്യം? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ അത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ PTA മുഖേനയും അല്ലെങ്കിൽ സ്കൂൾ അധികാരികൾ മുഖേനയും ഒക്കെ ബന്ധപ്പെട്ട് അതിന് യുക്തമായ നടപടികൾ സ്വീകരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണം സർക്കാർ ഇടപെടട്ടെ. എക്സൈസ് മുഖേനയൊക്കെയാണ് ഇപ്പം ബോധവൽക്കരണം നടത്തുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാകാത്തത്, മദ്യം കൊടുക്കുന്നവർ തന്നെ ബോധവൽക്കരണ പ്രക്രിയയിൽ ഇടപെടുന്നു. അതും ഒരു വിരോധാഭാസമാണ്. അപ്പൊ യാതൊരു കാരണവശാലും എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഈ ഒരു നയത്തെ നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. പ്രസാദ് കുരുവിള, താങ്കൾക്കറിയാമല്ലോ, സംസ്ഥാനത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന് ഭാഗ്യക്കുറിയിലൂടെയാണ്, 2 മദ്യവിൽപ്പനയിലൂടെയാണ്. കഴിഞ്ഞ പുതുവർഷത്തിലെ അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ മദ്യവിൽപ്പനയുടെ കണക്കെടുത്താൽ അത് റെക്കോർഡ് ഉള്ളത് 19,088.68 കോടി രൂപയാണ് കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിന് മദ്യവിൽപ്പന. അതിലൂടെ സംസ്ഥാനത്തിന് ഏതാണ്ട് വലിയ തുക സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വരികയും ചെയ്തു. ഇന്ന് ഈ എക്സൈസ് മന്ത്രി തന്നെ പറയുന്നത് മദ്യത്തെ വ്യവസായമായിട്ടാണ് സർക്കാർ കാണുന്നത്. മദ്യത്തിന്റെ കയറ്റുമതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൂടുതൽ മദ്യ ഉൽപാദനം കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ നീക്കങ്ങൾ എന്നൊക്കെയാണ്. വ്യവസായമായി മദ്യത്തെ കാണുമ്പോൾ അതിനനുസൃതമായ ഒരു നയമല്ലേ സർക്കാരിൽ നിന്ന് വരൂ? മദ്യത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു മുഖ്യ വരുമാന മാർഗമല്ല. എല്ലാ ഇനം വരുമാനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ വെറും 9% താഴെ മാത്രമാണ് മദ്യവരുമാനം. എന്നാൽ ഈ 9% താഴെ മദ്യവരുമാനം ലഭിക്കുമ്പോൾ അതിന്റെ മദ്യത്തിന്റെ ഭവിഷ്യത്തുകളെ നേരിടാൻ വേണ്ടി ഈ ഗവൺമെന്റ് മുടക്കേണ്ടി വരുന്നത്
അതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയാണ്. അപ്പോൾ അത് മദ്യ വരുമാനമല്ല, മദ്യം ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു വരുമാനമല്ല, മറിച്ച് വരുമാന നഷ്ടമുണ്ടാക്കുന്ന ഒരു വരുമാനമാണ്. എന്നാൽ ഇത് വരുമാന മാർഗമാണ്. ഈ വരുമാന മാർഗം എന്ന് പറയുന്നത് താൽക്കാലിക വരുമാന മാർഗവും അതിനപ്പുറത്ത് ഇത് നമ്മുടെ ആളുകളുടെയൊക്കെ എന്താ പറയുക ഒരു ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഉപയോഗിക്കാവുന്ന ഒരു ഇന്ധനം, അവരുടെ കയ്യിൽ നിന്നും പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം ഒക്കെ ആയിട്ടാണ് ഇത് കാണാൻ പറ്റും. പക്ഷേ ഇത് ഒരു കാരണവശാലും വരുമാനം ഉണ്ടാക്കുന്ന, സർക്കാരിന് നേട്ടം ഉണ്ടാക്കുന്ന ഒരു വരുമാനമല്ല, മറിച്ച് വരുമാന നഷ്ടം ഉണ്ടാക്കുന്ന ഒരു വരുമാനമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ ഭരണ സംവിധാനം എന്തുകൊണ്ട് ഈ അപകടകരമായ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നു? മനുഷ്യജീവന് ഹാനികരമാവുന്ന, അപകടകരമാവുന്ന, അത് കഴിച്ചാൽ അപകടമുണ്ടാകുമെന്ന് മദ്യക്കുപ്പികളിൽ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട്, മദ്യഷാപ്പിന്റെ ബോർഡുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ട്, സിനിമാ സീരിയലുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ട്, മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് അപകടകരമായ ഒരു വ്യവസായം തന്നെ ഇവിടെ പ്രോത്സാഹിപ്പിക്കണമെന്നതിന് അത്ര നിർബന്ധം. മറ്റ് ചില വ്യവസായങ്ങളെ ഈ രാജ്യത്തു നിന്ന് തുരത്തുന്ന ആളുകളാണോ ഈ പറയുന്നത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കണം, ഇവിടെ നിന്ന് കാര്യങ്ങൾ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യണമെന്നൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥം ഇരിക്കുന്നത്? അപ്പം അപകടകരമായ ഒരു വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, മനുഷ്യന് ഏറ്റവും ആവശ്യമായ വ്യവസായങ്ങളെ ഇവിടെ നിന്ന് നാടുകടത്താൻ ശ്രമിക്കുന്നു. ഇതൊക്കെയല്ലേ അവിടെ സംഭവിക്കുന്നത്? ഇതൊക്കെ വിരോധാഭാസമല്ലേ? ശ്രീ ഹരി പുളിയർക്കോണം, മദ്യപാന സംഘടനയെ പ്രതിനിധീകരിച്ചാണ് താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ഹരി, ഈ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്, ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള മദ്യപാനം എന്നത് ഈ കേരളത്തിൽ ഇപ്പോൾ അത് ഒരു അതായത് കേരളത്തിലെ മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലൊരു സാമൂഹിക ഉത്തരവാദിത്വമൊക്കെ പാലിക്കുന്ന തരത്തിലുള്ള ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് വേണം എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കണക്കെടുത്താൽ തന്നെ വലിയ ഒരു ശതമാനം മദ്യം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ 3.34 കോടി ജനങ്ങളിൽ 29.8 ലക്ഷം പുരുഷന്മാരും 3.1 ലക്ഷം സ്ത്രീകളും മദ്യം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സർക്കാർ ഈ മദ്യപാനം കുറച്ചു കൊണ്ടുവരിക, മദ്യപാനികളുടെ എണ്ണം കുറയ്ക്കുക, അവരെ ക്രമേണ ഘട്ടം ഘട്ടമായി മദ്യം പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരവസ്ഥ കേരളത്തിൽ കൊണ്ടുവരിക, ഇതാണ് ഞങ്ങളുടെ നയം എന്ന് ഇടതുപക്ഷ സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഇളവുകൾ അല്ലെങ്കിൽ മദ്യനയത്തിൽ വെള്ളം ചേർത്തതായി നമ്മൾ കാണുന്ന കാര്യങ്ങളെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയാണോ ഒരു സർക്കാർ പെരുമാറേണ്ടത്? ഇതായിരിക്കണമോ മദ്യനയം? മദ്യനയം സർക്കാർ കൊണ്ടുവന്ന മദ്യത്തിനെ നമ്മൾ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതിന് കാരണം കൂടെ പറഞ്ഞുതരാം ഞാൻ. ഈ മദ്യം നമ്മൾ എത്രത്തോളം കുറയ്ക്കുമോ അത്രത്തോളം മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ നമ്മൾ കേരളത്തിൽ കൂടുന്നുണ്ട്. നിരോധന പുകയില ഉൽപ്പന്നങ്ങൾ, മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ. സാറ് പറഞ്ഞ പോലെ സ്കൂളിൽ പിള്ളേർ മദ്യം വെച്ചുകൊണ്ടല്ല പോകുന്നത്. സ്കൂളിൻ്റെ വണ്ടി ചെന്ന് നിന്ന് ചെക്ക് ചെയ്യേണ്ട പോലീസുകാരുടെ ജോലിയാണ് അത് മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ എങ്ങനെ വിൽക്കുന്നുവെന്ന്. ആ പോലീസുകാർ ബിവറേജിൻ്റെ വണ്ടി ചെന്ന് നിന്ന് ബിവറേജിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കുടിച്ചിട്ട് പോകണവനെ പിടിച്ചുകൊണ്ട് പോകുന്നതല്ലാണ്ട് മറ്റുള്ള ജോലിയൊക്കെ പോയി തയ്യാറില്ല. സർക്കാർ കൊണ്ടുവന്ന മദ്യനയത്തെ നമ്മൾ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഡിക്ഷണറി വേണം, ബൂവറി വേണം, ഇവിടെ ഉണ്ടാക്കണം, ഇവിടെ തന്നെ കൊടുക്കണം ആ സാധനം. ഇവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും മറ്റു ബീഹാറിൽ നിന്ന് യു പിയിൽ നിന്ന് മദ്യം കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് ഇവിടെ ക്വാളിറ്റിയുള്ള മദ്യം ഉണ്ടാക്കി ഇവിടെ കൊടുത്താൽ ഇവിടെ വില കുറച്ച് കൊടുക്കാൻ സാധിക്കുമല്ലോ, തൊഴിൽ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഈ കേരളത്തിന് നേട്ടവും എക്സൈസ് വരുമാനവും കൂടത്തേ ഉള്ളൂ. ഈ പറയുന്നത് എല്ലാം പാലിക്കുന്നവരല്ല. ഒരു സർക്കാരും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഏറ്റവും കൂടുതൽ മദ്യത്തിനെതിരെ പണിവെച്ചത് A.K. ആന്റണി സാറാണ്. അയാൾ പിന്നെ കേരളം കണ്ടിട്ടേ ഇല്ല. ആ ആന്റണി സാറിൻ്റെ സമയത്ത് ഇവിടെ ചാരായം ഉണ്ടായിരുന്നു, ചാരായ ഷാപ്പ്, മില്ലി. ആ സമയത്ത് മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തേ ഇല്ലായിരുന്നു. പിന്നെ അതിനെ പൂട്ടിച്ചു, അതിൻ്റെ പിറകെ ഒരുപാട് നിയമ നടപടി കൊണ്ടുവന്നു, സമരം ഉണ്ടായി, ബിവറേജ് കൊണ്ടുവന്നു. ഈ ബിവറേജിൽ വിൽക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഇവിടെ കൊടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഓരോ പഞ്ചായത്തുകളിലും ഓരോ ബിവറേജ് തുറന്ന് നല്ല മദ്യം നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മറ്റുള്ള ഒരു ലഹരി ഉൽപ്പന്നങ്ങളും ഇവിടെ വരത്തില്ല. ഇവിടെ പിള്ളേർ ചാരായം കുടിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ല, നമ്മളടുത്ത് തമിഴ്നാട്ടിൽ പോകുന്നില്ല, കർണാടകയിൽ പോകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മറ്റ് രാജ്യങ്ങളിൽ വരെ ഇവിടെ നിന്ന് മന്ത്രിമാർ ചെന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ടൂറിസം ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ മദ്യമില്ലാതെ ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ് എന്ന സാധനത്തിന് നമ്മൾക്ക് ആലോചിക്കുകയേ വേണ്ട ഈ രാജ്യത്ത്. പിന്നെ സാറ് പറഞ്ഞതുപോലെ മദ്യം ഈ വിൽപ്പന കൂട്ടുകയല്ല, ഇപ്പോൾ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്. 6.2% വരെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ബിവറേജിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഇത്രയും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം കുടിക്കുന്ന ഇവർ മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ തേടിപ്പോയിട്ടുണ്ട്. മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ചെറുപ്പക്കാർ പിള്ളേർ. എൻ്റെ അടുത്തൊരു ചെറുക്കൻ പറഞ്ഞതാണ്, ചേട്ടാ 150 രൂപ കൊടുത്താൽ ഒരു സിറിഞ്ചും ഒരു മരുന്നും കിട്ടും, കുത്തിവെച്ചാൽ ഒരു ദിവസം തേങ്ങ വെള്ളത്തിൽ കിടക്കുമ്പോൾ കിടക്കാൻ ചുറ്റും ഒരു പോലീസും പിടിക്കത്തില്ല, ഒരു ഊതിക്കാനും പറ്റത്തില്ല എന്ന്. പക്ഷേ മദ്യം കഴിച്ചുകൊണ്ട് നടന്നു പോകണമെങ്കിൽ പോലീസ് ഊതി പിടിക്കും. അപ്പോഴെന്തുണ്ടാവും? അവർ മദ്യത്തെ
നിർത്തിയിട്ട് മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ തേടി പോകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ചെറുപ്പക്കാരെല്ലാം മിക്ക ശതമാനം. ഒരു ബിവറേജിലെ തൊഴിലാളി എൻ്റെ അടുത്ത് പറഞ്ഞാണ് 16 ലക്ഷം രൂപയ്ക്ക് വിറ്റുകൊണ്ടുന്ന സ്ഥലത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത് 6 ലക്ഷം രൂപ കച്ചവടം നടക്കുന്നുണ്ടെന്ന്. സംഭവം ബാക്കി ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ട സ്ഥലത്ത് മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ തേടി പിള്ളേർ പോയി തുടങ്ങി, പെൺപിള്ളേരും ആൺപിള്ളേരും. ഇപ്പോൾ പെൺപിള്ളേർ തന്നെ ഏതാണ്ട് 32% മദ്യവയ്ക്കുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത് നമ്മളെ കേരളത്തിൽ. അത് നമ്മൾ കണ്ടില്ല നടിക്കാൻ പാടില്ല ഒരിക്കലും. പുതിയൊരു തലമുറ അല്ല, അപ്പൊ ഈ മദ്യ, അതായത് ഈ മറ്റ് രാസവസ്തുക്കളോ അല്ലെങ്കിൽ മറ്റ് രാസലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ആളുകൾ മദ്യം കൂടുതൽ കഴിക്കട്ടെ, അങ്ങനെ മദ്യത്തിന്റെ പിന്നാലെ പോയിക്കോട്ടെ, അങ്ങനെ നമുക്ക് മറ്റ് രാസലഹരി അടക്കമുള്ള മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗം കുറയ്ക്കാം. ആ അർത്ഥത്തിൽ മദ്യപാനം നല്ലതാണെന്നാണോ താങ്കൾ പറഞ്ഞത്? മദ്യം കുടിക്കാത്തവരാരുണ്ട്? എവിടെ വിറ്റാലും കുടിക്കും. ഈ 1-ാം തീയതി ട്രൈഡേ ബിവറേജിന് വാദമാണ്. അത് ട്രൈഡേ വേണ്ട, കേരളത്തിൽ ട്രൈഡേയേ വേണ്ട. 1-ാം തീയതി തുറക്കണം. 1-ാം തീയതി അടച്ചിടുമ്പോൾ 1.5 ലക്ഷം കോടി രൂപ വിദേശ സംവിധാനമാണ് ഈ കേരളത്തിൽ വരുന്നത്, അറിയാമോ? മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളായിട്ടും മറ്റ് അന്യ സംസ്ഥാന മദ്യമായിട്ടും അന്ന് കുടിക്കുന്നത്. അടച്ചിട്ട് കേരളത്തിൽ എന്ത് നേട്ടം? നഷ്ടമല്ലാണ്ട്. സാറേ, മദ്യം എവിടെ ഇരുന്നാലും ചെന്ന് കുടിക്കാൻ പരസ്യമൊന്നും വേണ്ട. നെല്ല് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ എലി പാലക്കാട്ടിൽ നിന്ന് വരുമെന്നാണ് പറയുന്നത്. അതിന് പരസ്യമൊന്നും വേണ്ട. അത് വാങ്ങിച്ച് കുടിക്കേണ്ട. ഒരാൾ മദ്യം വെച്ച് കുടിച്ച് ആരും ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഒരാൾ കുടിച്ച ഒരു പൈൻ്റ് ഒരു 1/2 ലിറ്റർ കുടിക്കും, അതിനപ്പുറം ഒരു മദ്യം കുടിക്കില്ല. പക്ഷേ അതിന് എത്ര രൂപ കൂടിപ്പോയി? 500 രൂപ. ഞാൻ പറയുന്നത് നല്ല മദ്യം നല്ല രീതിയിൽ കേരളത്തിലുണ്ടാക്കി വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ? മറ്റ് ലഹരിയിലോട്ടൊന്നും ആരും പോകത്തില്ല. പണ്ട് ചാരായം ഉള്ള സമയത്ത് ഇതായിരുന്നു, 2 രൂപയ്ക്ക് ചാരായം കിട്ടും, പണി കഴിഞ്ഞ് വന്ന് വാങ്ങിച്ച് കുടിച്ചിട്ട് അങ്ങ് വീട്ടിൽ പോകും. ഇന്ന് അതല്ല, 1000 രൂപയ്ക്ക് പണി ചെയ്താൽ 500 രൂപയ്ക്ക് മദ്യം കുടിക്കും. മദ്യത്തിൻ്റെ വില ഒരുപാട് പ്രശ്നമുണ്ട്. പിന്നെ പോലീസുകാർ ഇടപെടൽ വളരെ മോശമായിട്ട്. പിന്നെ അതിൽ ബിവറേജിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ അവർ പറയുന്നത് വെച്ചാൽ അവരെ വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്ന മട്ടിലാണ് അവർ ഈ വാങ്ങാൻ പോകുന്നിടത്ത് ഇടപെടുന്നത്. വളരെ മോശമായിട്ടാണ് ഇടപെടുന്നത്, വളരെ മോശമായിട്ട്. അതും ഇരിക്കുന്ന മന്ത്രിമാരും എക്സൈസ് ഉദ്യോഗസ്ഥരും വിദേശ അന്യ സംസ്ഥാനങ്ങളും പോയി കണ്ടിട്ടുള്ളവരാണല്ലോ. അവർക്കറിയാലോ രീതികൾ എങ്ങനെ ചെയ്യണമെന്ന്. അവരാരില്ല, അവർക്ക് മാത്രം കാശേ ആവശ്യമുള്ളൂ. ഇവിടെ 90 രൂപ സാധനം വാങ്ങിച്ച് 1900 രൂപയ്ക്ക് വിറ്റിട്ട് അതിൻ്റെ ബാക്കി എല്ലാ സംവിധാനം ഇവരെടുത്തിട്ട് ബിവറേജ് എല്ലാം അവിടെ വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ പ്രശ്നം. വാങ്ങിക്കുന്നിടത്ത് വളരെ മോശമായിട്ട് പെരുമാറുന്നുണ്ട്. വില ഭയങ്കര വിലയാണ്. പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പെരുമാറ്റം വളരെ മോശമാണ്. നടന്നു പോകണവനെ ഓട്ടോറിക്ഷ മദ്യം കഴിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ പിറകെയിരുന്ന് പോകണവനെ പിടിക്കാൻ എന്ത് അധികാരം? ഏതെങ്കിലും നിയമം പറഞ്ഞിട്ടുണ്ടോ? ഓട്ടോറിക്ഷയും പിടിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവറേയും പിടിച്ചുകൊണ്ട് പോകും, വണ്ടിയും പിടിച്ചുകൊണ്ട് പിറകെയിരിക്കുന്നതും പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് എല്ലാവർക്കും നിയമം 10,000 രൂപയ്ക്കാണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ അതായത് നമ്മൾ 500 രൂപ മദ്യം വാങ്ങിച്ച് കുടിച്ചാൽ 15,000 രൂപ മുടക്കേണ്ടി വരും. കോടതി പോകണം, അവിടെ 10,000 രൂപ. ലൈസൻസ് കട്ടാവും. എന്നിട്ട് കുടിച്ചുകൊണ്ടല്ല, മദ്യപാനിയെ കൊണ്ടുപോയുണ്ട്. മദ്യപാനിയെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയുണ്ടാകുന്ന നിയമം എൻ്റെ അടുത്ത് 1-2 പറഞ്ഞാണ്. കൂട്ടുപ്രതിയാക്കുന്നു കൂടുതൽ സംസാരിച്ച പോലീസുകാരനെന്ന് വെച്ചാൽ നിയമം പഠിപ്പിക്കാൻ വന്നവനാണെന്ന് പറയുന്നത്. നിയമം പഠിപ്പിക്കാൻ കള്ളും കുടിച്ചുകൊണ്ട്. സാറേ, ഞാൻ കുടിച്ചില്ല സാറേ, ഞാൻ അവർ ഓട്ടോറിക്ഷ പറയരുതെന്നല്ല, അതൊന്നും പറഞ്ഞതില്ല. ഞാൻ അകത്തോട്ട് കയറ് എല്ലാം. അത് വേറൊരു സംഭവം. ഇവിടെ നടന്നു പോകണവനെ പിടിച്ച പോലീസുകാർ പറയണമെന്നറിയാമോ? സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് ഓടിച്ചിട്ട് ഞാൻ പിടിച്ചപ്പോൾ എന്നെ അടിച്ചിട്ട് ഓടി. കേസ് എത്രയാണെന്ന് നോക്കിക്കോളണം. ഇത് മദ്യം വാങ്ങിച്ച് കുടിച്ച് റോട്ടിൽ നടന്നു പോകണമെങ്കിൽ ബസ് സ്റ്റാൻഡ് ഇരിക്കണമെന്നെ പിടിച്ചോണ്ട് പോകണം പോലീസുകാരെ. ഇവിടെ കോടതിയിൽ എഴുതി ഹാജരാക്കുന്നത് ഞാൻ സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് മദ്യം വെച്ചുകൊണ്ടു, ഞാൻ പിടിക്കാൻ എന്നപ്പോൾ എന്നെ ആക്രമിച്ചിട്ട് ഇറങ്ങി ഓടി എന്നാണ് അവർ എഴുതി കോടതി ഹാജരാക്കുന്നത്. റിമാൻഡായി കേസായ ഒരു കേസ് ഇരുന്നെങ്കിൽ എത്ര കാലം? ഒരു 18 വർഷം കൂടി വേറെ കേസ് ഇറങ്ങി നടക്കണം. ഇത് പോലീസിനെ ആക്രമിച്ചൊരു കേസും കൂടെ എന്നു എഴുതി വെച്ചിട്ടുണ്ട് അവർ. ഇതിന് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗികത്തിന് തടസ്സപ്പെടുത്തി. ഇതും കൂടി എഴുതിയാണ് ഇവർ കോടതിയിൽ ഹാജരാക്കുന്നത്. ഇത് പറഞ്ഞും പാട്ടുപാടി തീരുമ്പോൾ 18 വർഷം ഒരുത്തൻ്റെ ജീവിതം അതോടെ മതി. ഒരുത്തൻ്റെ ജീവിതം തീർന്നു, ഒരു ചെറുപ്പക്കാരൻ്റെ. അതിൽ പോലീസുകാരെ ഇടപെടൽ കുറച്ചുകൂടെ കുറയ്ക്കണം. ഈ ബിവറേജിൽ ഇടപെടുന്ന ഈ സംഭവം സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പണ്ടിച്ചെന്ന് മറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടിക്കാൻ നിൽക്കണം എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് ഊന്നി പറയാൻ സാധിക്കും. ഈ ഗവൺമെന്റ് പിന്നെ ഗവൺമെന്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വാഗതം ചെയ്യാണ്. ശരി, ഞാൻ ജിൻഡോയിലേക്ക് പോട്ടെ. ജിൻഡോയിലേക്ക് ഒരു ചോദ്യവുമായി പോകുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ഒരു കാര്യം, ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്: മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ശരി, ശ്രീ ജിൻഡോ, സർക്കാർ ഈ മദ്യനയം കൊണ്ടുവരുമ്പോൾ എക്സൈസ് മന്ത്രി പറയുന്നത് മുൻ വർഷത്തെ മദ്യനയത്തിന്റെ തുടർച്ച മാത്രമാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. മാത്രമല്ല, 2 കാര്യങ്ങളാണ് സർക്കാർ ഈ മദ്യനയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 1, ലഹരിയോടുള്ള ആസക്തി കുറയ്ക്കുക. 2, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരി മുക്തമാക്കുക. ഇത് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്: മദ്യത്തെ വ്യവസായമായിട്ടാണ് സർക്കാർ കാണുന്നത്, മദ്യത്തിന്റെ കയറ്റുമതിയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന്. ഈ പറഞ്ഞ കാര്യങ്ങളോടുമൊക്കെ യോജിച്ചു പോകുന്ന മദ്യനയമാണോ ഈ പുറത്തു വന്നിരിക്കുന്നത്? ശ്രീ ഗോപി, നമ്മൾ ഈ ചർച്ചയിൽ എന്നിലേക്ക് വരുന്നതിന് മുമ്പ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി കാണിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ച കാണുമ്പോൾ ആളുകൾക്ക് തോന്നുക സത്യത്തിൽ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു കേട്ടാൽ മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും, കാരണം അദ്ദേഹം മദ്യപാന സംഘടനയുടെ പ്രതിനിധിയാണ്. പറഞ്ഞ ഒരു കാര്യം മനസ്സിലായി കേട്ടോ ജിൻഡോ, അദ്ദേഹം മദ്യപാന സംഘടനയുടെ പ്രതിനിധിയാണ്. അല്ല, എനിക്ക് അതെ
എനിക്ക് അദ്ദേഹത്തോട് എതിർപ്പില്ല. അദ്ദേഹം പറഞ്ഞ പോയിന്റിന് ഞാൻ ഉൾക്കൊള്ളുകയാണ്. കാരണം നമ്മൾ കേരളത്തിന്റെ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കേരളത്തിൽ മദ്യപിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പാണ്. ഒന്ന്, ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഘട്ടം ഘട്ടമായിട്ട് മദ്യത്തിൻ്റെ അളവ് കുറച്ച്, ലഭ്യത കുറച്ച്, മദ്യവർജനമാണ് ഞങ്ങളുടെ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് അന്തരിച്ചു പോയ KPS ലളിതയെയും ഇന്നസെന്റിനെ കൊണ്ടൊക്കെ പരസ്യം ചെയ്യിപ്പിച്ച് ഒരു നയവഞ്ചന നടത്തിയ ഒരു സർക്കാരാണ്. അതിനുശേഷം ഇപ്പോൾ നിരവധി ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, അതുപോലെ കള്ള് ഷാപ്പുകളുടെ ഇത് വർദ്ധിപ്പിക്കുന്നു, അതുപോലെ ഹോട്ടലുകൾക്ക് മദ്യം കൊടുക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച മദ്യപ സംഘത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായത്, വിൽപ്പനയിലൂടെ മാത്രമല്ല കേരളത്തിലെ സർക്കാർ പണം ആർജിക്കുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്ന സാധാരണ മനുഷ്യരെ ഏതൊക്കെ രീതിയിൽ കൊള്ളയടിക്കാമോ അതിൻ്റെ മുഴുവൻ ഗവേഷണം നടത്തിയ ഒരു സർക്കാർ കേരളത്തിലുള്ളത്. മദ്യത്തിൻ്റെ വില ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്നു. 300-400 ഇരട്ടി മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ച് മദ്യം വിൽക്കുന്നു, സാധാരണക്കാരെ കൊള്ളയടിക്കുന്നു. ഇത് ഒരു ചെറുതടിച്ചിട്ട് പോകുന്നയാളെ വഴിയിൽ വണ്ടി തടയുന്നു, പിടിക്കുന്നു, ഇനി നടന്നു പോകുന്നയാളെ പിടിക്കുന്നു, അങ്ങനെ പിടിച്ച് അവരിൽ നിന്ന് ഫൈൻ ഈടാക്കുന്നു. അങ്ങനെ രണ്ട് രീതിയിലും സർക്കാർ ഈ സാധാരണക്കാരായിട്ടുള്ള മദ്യവരെ കൊള്ളയടിക്കുകയാണ്. ഇനി സർക്കാരിന്റെ നയത്തിന്റെ ഒരു പ്രശ്നം, ഇത് മദ്യം നമ്മൾ വ്യവസായവൽക്കരിക്കാൻ പോകുന്നു, അതൊക്കെ മദ്യം കയറ്റുമതി ചെയ്യാൻ പോകുന്നു. കുറച്ചു കാലം മുമ്പാണ് ഇവിടെ ക്യൂബയുമായിട്ട് സഹകരിച്ച് വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുമെന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ പ്രസ്താവന നടത്തിയത്. ഇപ്പോൾ അങ്ങനെ വാക്സിൻ ഒന്നും കയറ്റുമതി ചെയ്യുന്നതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ പല അഭിപ്രായം ഇവർ പറയും. പക്ഷെ പരമാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ബാറുകൾക്ക് കൂടുതൽ ലൈസൻസ് കൊടുക്കുക, കൂടുതൽ ഷാപ്പുകൾ അനുവദിക്കുക, അങ്ങനെ കുറേ പണം ഉണ്ടാക്കി അടുത്ത പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പണം ആർജിക്കുക. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ UDF ഭരിക്കുന്ന കാലത്തൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും വലിയ രീതിയിൽ പ്രതിരോധങ്ങളും തീർത്ത ആളുകളെ ഒന്നും നമ്മൾ കാണുന്നില്ല. ഞാൻ പറയുന്ന മദ്യം സമൂലമായിട്ട് നിരോധിച്ചാൽ ഈ സംസ്ഥാനത്ത് അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഗുണമുണ്ടാകുക എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പഠിച്ച് പഠന വിധേയമായിട്ട് പറയേണ്ടതാണ്. ഒറ്റയടിക്ക് മദ്യം നിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം ജിൻഡോ, ഈ മദ്യത്തെ വ്യവസായമായിട്ടാണ് സർക്കാർ കാണുന്നത് എന്ന് പറയുന്നതിലൂടെ ആത്മാർത്ഥമായ ഒരു സമീപനം പുറത്തു വരുന്നു എന്ന് താങ്കൾ കാണുമോ? ഞാൻ ചോദിക്കാൻ കാരണം, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 19,088.68 കോടി രൂപയാണ് മദ്യത്തിന്റെ വിൽപ്പന നടന്നത്. അതായത് അതിന് മുൻപുള്ള സാമ്പത്തിക വർഷത്തേക്കാൾ ഏതാണ്ട് 570 കോടി രൂപയുടെ വർധന ഉണ്ടായിരിക്കുന്നു. മദ്യപിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ 3.34 കോടി ജനങ്ങളിൽ 29.8 ലക്ഷം ആണുങ്ങളും 3.1 ലക്ഷം സ്ത്രീകളും ഇപ്പോൾ മദ്യം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് മദ്യത്തെ വ്യവസായമായി തന്നെ കാണും. പിന്നെ മദ്യത്തെ പുറത്തേക്ക് കയറ്റി അയക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും. ഏതാണ്ട് 80% മദ്യം വിദേശത്ത് നിന്ന് വരുന്നു. സംസ്ഥാനത്ത് 20% അതിൽ ഉത്പാദനമുള്ളത്. അതുകൊണ്ട് ഡിസ്റ്റിലറികൾ കൂട്ടി ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു പുതിയ മദ്യ നയപ്രകാരം. ഇതൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചായി കാണാൻ പറ്റുമോ? അതിനിടയിൽ മറ്റേ ഈ കുറച്ചു കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ നയം എന്ന് പറയുന്നിടത്ത് മാത്രമാണല്ലോ വൈരുദ്ധ്യമുള്ളത്. ബാക്കിയെല്ലാം ഈ പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ തീരുമാനങ്ങളൊക്കെ. അല്ല, ഇത് ഞാൻ പറയുന്നത് ഇതിൽ ഈ ആളുകളുടെ മദ്യാസക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മദ്യശാലകൾ തുറക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഇവരുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പറഞ്ഞ പോലെ ഒരു വൈരുദ്ധ്യാത്മിക ഭൗതികവാദമായിരിക്കും. നമ്മളുടെ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ മദ്യം കിട്ടുമ്പോൾ കൂടുതൽ ആളുകൾ കഴിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ആളുകളുടെ ആസക്തി കുറയും എന്നുള്ളത് അത് എത്തരത്തിലുള്ള പഠനമാണെന്ന് എനിക്ക് വ്യക്തമായില്ല. ഇനി രണ്ട്, ഇതൊരു വ്യവസായമായിട്ട് കാണുന്ന സർക്കാർ, എനിക്ക് മുമ്പേ സംസാരിച്ച മദ്യപ സംഘടനയുടെ പ്രതിനിധി സംസാരിച്ച കാര്യം മനസ്സിലാക്കേണ്ടതാണ്. കാരണം വ്യവസായമായിട്ട് ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തു ഇതിന് ഉപയോഗിക്കുന്ന ഉപഭോക്താവിൽ നിന്ന് വീണ്ടും ഫൈൻ അടിക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടും കേരളത്തിലെ മദ്യപന്മാരെ എന്തിന് അവർക്കെതിരെ കേസെടുക്കുന്നു, എന്തിന് അവർക്കെതിരെ പല രീതിയിലുള്ള ഫൈനുകൾ ഈടാക്കുന്നു. അപ്പോൾ സർക്കാരിന്റെ ഒരു വ്യാവസായിക ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് വീണ്ടും ഫൈൻ ഈടാക്കുന്നു പറഞ്ഞാൽ അതും ഒരു ഇരട്ടത്താപ്പാണ്. അപ്പോൾ ഈ സർക്കാരിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ല. ഉള്ള കാഴ്ചപ്പാട് പരമാവധി മദ്യശാലകൾ തുടങ്ങുക, പരമാവധി മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുക, ആളുകൾക്ക് കൊടുക്കുക, അതിൽ നിന്ന് പരമാവധി പണം ആർജിക്കുക, അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കുക. അതിനപ്പുറത്ത് യാതൊരു ആത്മാർത്ഥമായിട്ടുള്ള സമീപനവുമില്ല. പിന്നെ കേരളത്തിന്റെ ഖജനാവിലേക്ക് സ്വരുക്കൂട്ടുന്ന പണത്തിന്റെ ഒരു വലിയ വിഭാഗം ഈ മദ്യ വ്യവസായത്തിലൂടെയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ടുള്ള മദ്യവർജനവും മദ്യനിരോധനവുമാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് 9 വർഷം മുമ്പ് എന്ത് ആത്മാർത്ഥതയിലാണ് പ്രചരണം നടത്തിയതെന്ന് ഇവർ മറുപടി പറയണം. ശരി, ശ്രീ പ്രസാദ് കുരുവിള, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി കേരളത്തിൽ ഈ വിദ്യാർത്ഥികളടക്കം കേരളത്തിൽ വളരെ വ്യാപകമാകുന്ന രാസലഹരി പദാർത്ഥങ്ങളടക്കം മയക്കുമരുന്നിൻ്റെ ഉപയോഗം തടയാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു പദ്ധതിയുമായി
അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചതും. 24 തന്നെ ഇപ്പോൾ SKN40യുടെ ഭാഗമായി വലിയൊരു യാത്ര, ഒരു കേരള പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതുപോലെ തന്നെ മയക്കുമരുന്നിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക, അക്രമത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക, അങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിക്കുക, ഇതൊക്കെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് യാത്ര. ഈ യാത്രയ്ക്ക് സർക്കാർ വലിയ പിന്തുണ നൽകുകയും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കുറേ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെ നേരത്തെ സംസാരിച്ച ശ്രീ ഹരി ഇവിടെ പറഞ്ഞു, അതായത് മദ്യപാനം വലിയൊരളവിൽ മറ്റ് ഇതര കൂടുതൽ അപകടകരമായ രാസലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നതിൽ നിന്ന് പലരെയും തടയുന്നു. ഇപ്പോഴാളുകൾ മദ്യപിച്ചു പോകുന്ന ആളുകളെ പോലീസ് പിടിക്കുകയും നടപടിക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത രാസലഹരി ഉപയോഗിച്ച് ആളുകൾ കൂടുതൽ ഈ മയക്കുമരുന്നിന് അടിമയായി കൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ എത്രയോ ഭേദമാണ് മദ്യം ഉപയോഗിക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന ഈ നയങ്ങളിലെ മാറ്റത്തെ അതുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഹരി പറഞ്ഞത്. താങ്കൾ ആ ഒരു വാദത്തിന് വേണ്ടിയെങ്കിലും സമ്മതിക്കുമോ? നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ്ട് 9 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് 29 ബാറുകൾ ഒഴികെ കേരളത്തിൽ മറ്റ് ഒരു മദ്യശാലകളുമില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 9 വർഷം കൊണ്ട് 1000-ലധികം ബാറുകൾ, 800-ലധികം ബിവറേജിൻ്റെയും കൺസ്യൂമർ ഫുഡിൻ്റെയും ഔട്ട്ലെറ്റുകൾ, കള്ളുഷാപ്പുകൾ, ആയിരക്കണക്കിന് കള്ളുഷാപ്പുകൾ, മറ്റ് ലൈസൻസുകളൊക്കെ ആയിട്ട് മദ്യശാലകൾ മുക്കിലും മൂലയിലും വന്നിരിക്കുകയാണ്. ഇവർ പറഞ്ഞത് അന്ന് 29 ബാറുകളായി മദ്യശാലകളുടെ എണ്ണം കുറച്ചതിൻ്റെ ഫലമാണ് മാരക ലഹരികളുടെ വർധനവിന്, വ്യാപനത്തിന് കാരണമെന്ന് പ്രചരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ എവിടെയാ മദ്യഷാപ്പുകളുടെ മദ്യശാലകളുടെ എണ്ണം കുറവ്? ആവശ്യക്കാരന് യഥേഷ്ടം മദ്യം കിട്ടാതെ ഒരു പൗരനും നമ്മുടെ കേരള സംസ്ഥാനത്ത് ബുദ്ധിമുട്ടുന്നില്ല. യഥേഷ്ടം മദ്യമുണ്ട്. ആ മദ്യത്തിൻ്റെ ഇടയിലൂടെ യഥേഷ്ടം മറ്റ് രാസലഹരികളുമുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പം മദ്യത്തിൻ്റെ ലഭ്യതക്കുറവാണ് മാരക രാസലഹരികളുടെ വർധനവ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മദ്യപിച്ചു കൊണ്ടുവരുന്നവരല്ലല്ലോ ഈ മാരക രാസലഹരിയിലേക്ക് മാറിയിരിക്കുന്ന നമ്മുടെ ഇളം തലമുറയെ കൊച്ചുകുട്ടികളാണ്. അപ്പം അതിനൊരു ന്യായം പറയാൻ നമ്മളിവിടെ കാണുന്നില്ല. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് 24,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ രാസലഹരി മുഖേന നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. ഇത് എവിടെ നിന്ന് വരുന്നു? ഇതര രാജ്യങ്ങളിൽ നിന്ന് വരുന്നു, ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്നു. ഈ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ടുണ്ടായ ഒരു പുരോഗതിയായത് രാസലഹരികളുടെ പുരോഗതി. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ആരാണ് ഇതിൻ്റെ നേട്ടമുണ്ടാക്കുന്നത്? ഉപയോഗിക്കുന്നവരാണോ അതോ ഇവിടെ എത്തുമ്പോൾ എത്തുന്നതിൻ്റെ ഇടയ്ക്കുള്ള മധ്യവർത്തികളാണോ? ആരോ ഇത്? നമുക്കറിയാലോ, എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ സംവിധാനങ്ങൾ, അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ഉള്ള സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇത് ഇവരറിയുന്നില്ലെന്നുണ്ടോ? അപ്പോൾ യഥേഷ്ടം ഇത് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപിക്കുന്നു, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപിക്കുന്നു, നമ്മുടെ ജയിലുകളിൽ പോലും മയക്കുമരുന്ന്, മാരക രാസലഹരികൾ എത്തുന്നു. നമ്മുടെ ആശുപത്രികൾ പരിശോധിക്ക്, നമ്മുടെ ഡീഅഡിക്ഷൻ സെന്ററുകൾ പരിശോധിക്ക്, നമ്മുടെ മറ്റ് മാനസിക രോഗാശുപത്രികൾ, അനാഥാലയങ്ങളിലൊക്കെ നോക്കിയാൽ എത്ര മാത്രം രോഗികളും തടവ് പുള്ളികളുമാണ്. സകലമാന സാമൂഹ്യ വിപത്തുകളും വാരി വിതയ്ക്കുന്നത് ഈ മദ്യവും ലഹരി വസ്തുക്കളും ഉൾപ്പെടെയല്ലേ. ഞങ്ങളിവിടെ പറയുന്നത് മദ്യത്തെ മാറ്റി നിർത്തേണ്ട, ലഹരിയെ മാറ്റി നിർത്തേണ്ട, രണ്ട് ലഹരിയെയും ഒരേ രീതിയിൽ നേരിടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. ഇത് 1-ാം തീയതിയിലെ ഡ്രൈ ഡേ മുൻ സർക്കാർ അങ്ങനെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് എന്തിനാണ്? മാസാവസാനം ശമ്പളം കിട്ടുന്ന ദിവസം ആ ശമ്പളം അവരുടെ കുടുംബങ്ങളിൽ എത്തണം എന്നുള്ള ചിന്തയിലാണ് 1-ാം തീയതിയിലെ ഡ്രൈ ഡേ എടുത്ത് മാറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഡ്രൈ ഡേ എടുത്ത് മാറ്റി, ഈ ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് നമ്മുടെ ഗവൺമെന്റിനുള്ളത്. സർക്കാർ ശമ്പളം കൊടുക്കുന്നു, അത് മദ്യശാലകൾ മുഖേന അവർ അന്നേ ദിവസം തന്നെ തിരിച്ച് സർക്കാരിലേക്ക് എത്തുന്നു. ഗീവ് ആൻഡ് ടേക്ക് പോളിസി അവർക്കുള്ളത്. മദ്യം കൊടുക്കുക, പാവപ്പെട്ട ജനത്തെ പിഴിഞ്ഞ് ആ പണം തിരിച്ചെടുക്കുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഇവർ പോകുന്നത്. ഈ 1-ാം തീയതിയിലെ ഞങ്ങൾ കൃത്യമായിട്ട് പറയാം, 1-ാം തീയതിയിലെ ഈ ഡ്രൈ ഡേ പിൻവലിക്കല്, 3 സ്റ്റാറിന് മുകളിലുള്ള ബാറുകളുടെ ഡ്രൈ ഡേ പിൻവലിക്കല് നിശ്ചയമായിട്ടും ഒരു ടെസ്റ്റ് ഡോസാണ്.
അത് താമസിക്കാതെ അത് താഴേക്കും അത് വന്നോളും. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ അവർ പിൻവലിക്കുകയും ചെയ്യും. ഇത് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ സംസാരിച്ച കേസാണ്. പക്ഷേ ഒരു നയമില്ലാത്ത നയത്തോടുകൂടി ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ മറവിൽ വ്യാപകമായ മയക്കുമരുന്നുകളുടെ മറവിൽ മദ്യശാലകൾ യഥേഷ്ടം അനുവദിക്കുന്ന ഒരു നയവുമായിട്ട് സർക്കാർ മുമ്പോട്ട് പോയാൽ KCBC മദ്യപര സമിതി അത് കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ഒരു വശത്ത് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുന്നു, മറുവശത്ത് യഥേഷ്ടം മദ്യശാലകൾ അനുവദിക്കുന്നു. ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് മദ്യത്തിന് എന്തിനാ മാന്യത കൊടുക്കുന്നത്? മദ്യവും ലഹരിയല്ലേ? മദ്യം ഉൾപ്പെടെയുള്ളതെല്ലാം ലഹരി വസ്തുക്കളാണ്. മദ്യം, കഞ്ചാവ്, മയക്കുമരുന്ന്, MDMA ഉൾപ്പെടെയുള്ളതെല്ലാം ലഹരി തന്നെയല്ലേ? പക്ഷേ ലഹരി എന്ന് പറയുമ്പോൾ ഈ മദ്യത്തെ ഒഴിവാക്കിയാണ് ആളുകൾ പറയുന്നത്. ഒരു കാര്യത്തിൽ ഒരു കാര്യമുണ്ട്, ഈ മദ്യപിക്കുന്ന ഈ ആളുകൾ പോലും, മദ്യപ സംഘടനകൾ പോലും മദ്യമല്ല പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത് ഈ മാരക ലഹരി വസ്തുക്കളാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ സന്തോഷമുണ്ട്. ഏതായാലും ഞങ്ങൾ കഴിഞ്ഞ 25-26 വർഷക്കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ എല്ലാ സമുദായങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും ഈ ഒരു കാര്യത്തിൽ ലഹരി വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എല്ലാം വ്യാപകമായി പ്രശ്നം ഉണ്ടാക്കുന്നു. എല്ലാവർക്കും പേടി തുടങ്ങി, എല്ലാവർക്കും ഭയപ്പാട് തുടങ്ങിയിട്ടുണ്ടല്ലോ. കാരണം സ്വന്തം കുടുംബത്തിൽ പോലും പെട്ടെന്ന് ആക്രമിക്കുന്ന ഒരു ലഹരി ആസക്തന്റെ പ്രവൃത്തിയെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല എന്നാണ് കാര്യം പറയുന്നത്. ഒരു ലഹരിയാസത്തിന് ഏത് നിമിഷം വേലും ആരെ വേണം ആക്രമിക്കാം. അല്ല, താങ്കൾ പറഞ്ഞ പ്രസാദ്, നമുക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് ഈ നയം ഇങ്ങനെ പോയത് കൊണ്ട് എന്താണ് ഗുണം? അതോ ഈ നയത്തിന്റെ മറവിൽ കൂടുതൽ മദ്യം വിറ്റ് കാശുണ്ടാക്കുകയാണോ സർക്കാരിന്റെ ഉദ്ദേശം? അങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുകയാണോ സർക്കാർ ഈ നയത്തിലൂടെ ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കാനുണ്ട്. ശ്രീ M. ജയചന്ദ്രൻ, ഇടത് നിരീക്ഷകൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ എക്സൈസ് മന്ത്രി പറയുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരി മുക്തമാക്കാനും ജനങ്ങൾക്ക് ലഹരിയോടുള്ള ആസക്തി കുറയ്ക്കുകയുമൊക്കെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രാസലഹരി അടക്കമുള്ള മയക്കുമരുന്നിനെതിരെ വലിയ ക്യാമ്പയിൻ സർക്കാർ നടത്താൻ പോകുന്നതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ കൂടുതൽ സമ്പൂർണ്ണമായ മദ്യ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലൊരു നയം പുറത്തു വരുന്നു. 1-ാം തീയതി ഡ്രൈ ഡേ ദിവസം പോലും പ്രത്യേക ലൈസൻസോടുകൂടി മദ്യം വിൽക്കാം എന്നൊരു തീരുമാനമുണ്ടാകുന്നു. അതിനു പിന്നാലെ മദ്യത്തിൻ്റെ കയറ്റുമതിയാണ് സർക്കാരിന് ലക്ഷ്യമിടുന്നതെന്നും മദ്യത്തെ വ്യവസായമായിട്ടാണ് സർക്കാർ കാണുന്നതെന്ന പ്രഖ്യാപനമുണ്ടാകുന്നു. ഇതൊക്കെ സമ്പൂർണ്ണ മദ്യനിരോധനം അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരിക, അതൊക്കെയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് പറ്റിച്ച് കബളിപ്പിച്ച് മറ്റൊരു നയം നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളല്ലേ? ഗോപികൃഷ്ണൻ, ഇതിൽ ആർക്കും, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും അറിയാത്തതല്ല ഇതൊരു പുതിയ നയമൊന്നുമല്ല പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നുള്ളത്. ഈ മദ്യനയം സംബന്ധിച്ച് 2022-23 2023-24 ഘട്ടം ഘട്ടമായി പ്രഖ്യാപിച്ച മദ്യനയത്തിൻ്റെ അതേ പകർപ്പ് തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. വളരെ കേവലമായ ചില മാറ്റങ്ങൾ മാത്രമാണ്. താങ്കൾ പറഞ്ഞതുപോലെ കള്ള് പാക്കറ്റിലാക്കി അല്ലെങ്കിൽ ബോട്ടിലാക്കി വിൽക്കാനുള്ള തീരുമാനം, ഡ്രൈ ഡേയുടെ കാര്യത്തിലുണ്ടായ ചില നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റൽ, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അല്ലാതെ എന്ത് കാര്യമാണ് പുതുതായിട്ട് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകുന്നു. ഡിസ്റ്റിലറികളും ബ്രൂവറികളും സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റുകളും തുടങ്ങാൻ ഇനി മുതൽ തടസ്സമില്ല. ഇതൊക്കെ കാതലായ മാറ്റങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്താണ്? അല്ല, കാതലായ മാറ്റങ്ങൾ ഇതൊക്കെ നേരത്തെ മദ്യനയത്തിൽ പറഞ്ഞിരുന്നതാണ്. പക്ഷെ കൂടുതൽ വ്യക്തത വരുത്തിയ 2023-24 ഇപ്പോൾ അതിൻ്റെ അകത്തൊരു വ്യക്തമായ നയം, അന്നത്തെ കാലം കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു നയം വന്നിരിക്കുന്നു എന്നതല്ലാതെ അന്ന് പറയാത്ത നയങ്ങൾ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നയങ്ങളിൽ വ്യക്തമാക്കാത്ത ഒന്നും ഇപ്പോൾ കുറെ കൂടെ സമഗ്രമാക്കിയിട്ടുള്ള നയങ്ങൾ വന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എതിർക്കുന്നത് അല്ലാതെ ആ എതിർക്കുന്നല്ലോ. ഇപ്പൊ KCBCയുടെയും മദ്യവിരുദ്ധ സമിതിയുടെയും ഒക്കെ അല്ല, ഈ ഡ്രൈ ഡേയില് മദ്യം വിളമ്പാനുള്ള ഏകദിന പെർമിറ്റ് പുതിയ മാറ്റമാണോ? അല്ല, ഞാൻ പറഞ്ഞില്ല, ഡ്രൈ ഡേയിലെ ചില നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തത് ഒഴിച്ചാൽ പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടില്ല ഈ മദ്യനയത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ KCBCയുടെയും മദ്യവിരുദ്ധ സമിതിയുടെയും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന മദ്യനയങ്ങളിൽ അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും എന്താണ്? മദ്യവർജനമാണ്, മദ്യനിരോധനമല്ല. മദ്യവർജനമാണെന്നേ.
പറഞ്ഞിരുന്നത്. മദ്യം നിരോധിച്ച UDF കാലത്തെ മദ്യവർജനം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ പ്രഖ്യാപിക്കേണ്ട പദ്ധതിയല്ല. അല്ല, മദ്യവർജനം എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വയം സ്വീകരിക്കേണ്ട നടപടിയാണ്. അത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എടുക്കേണ്ട നടപടിയല്ല. അല്ല അല്ല ഇലക്ട്രൽ മാൻഡേറ്റ് കിട്ടിയ ഒരു സർക്കാരിന് എനിക്ക് ഞാൻ ബന്ധിക്കാം. അത് ഗവൺമെന്റ് പറയേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ നിങ്ങൾക്ക് പറയാം. അല്ലല്ല, ശ്രീ എം ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് മദ്യവർജനം എന്ന് പറഞ്ഞാൽ മദ്യത്തെ വർജിക്കുക എന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റിയോ എടുക്കേണ്ട, അതായത് സ്വയമായി എടുക്കേണ്ട ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാണ്. സർക്കാരിനെ സംബന്ധിച്ച് മദ്യത്തിന്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരിക, ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, അതിനനുസൃതമായ നയം രൂപീകരിക്കുക, അങ്ങനെയാണല്ലോ. അതാണ് ലക്ഷ്യമെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത്. മറിച്ച് ഇത് കൂടുതൽ ഡിസ്റ്റിലറികളും ഇതൊക്കെ എന്താണ് വിദേശ മദ്യം അല്ലെങ്കിൽ ഇവിടെ മദ്യ നിർമ്മാണത്തിന് വേണ്ടി കളമൊരുക്കുക, കൂടുതൽ മദ്യ ഷാപ്പുകൾ തുറക്കാൻ തീരുമാനിക്കുക, ഡ്രൈ ഡേ ഉണ്ടായിരുന്നതിന് ഇളവ് നൽകുക, ഇതൊന്നും മദ്യവർജനത്തെ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ എം ജയചന്ദ്രൻ, ഒരു മിനിറ്റ് ശ്രീ എം ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞ ശേഷം താങ്കൾ ദയവായി എനിക്ക് പറയാനുള്ള അവസരം തരിക. എനിക്ക് പറയാനുള്ള അവസരം താങ്കൾ ദയവായി തരിക. തീർച്ചയായിട്ടും അതല്ലേ ഒരു നമ്മൾ തമ്മിൽ പാലിക്കേണ്ട ഒരു പ്രാഥമികമായ ഉത്തരവാദിത്വം, അതല്ലേ സർ? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞോളൂ, ഞാനത് കേട്ടോണ്ടിരുന്നോളാം. എൻ്റെ സമയത്ത് താങ്കൾ ദയവായി എനിക്ക് അതിനുള്ള അവസരം തരിക. ഗോപീകൃഷ്ണൻ, ഞാൻ പറഞ്ഞത് പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു സർക്കാർ മദ്യനിരോധനം നടപ്പിലാക്കി കേരളത്തിലെ മദ്യം ഇല്ലാതാക്കണം എന്നൊക്കെയുള്ള കാൽപ്പനികമായ കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊന്നും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഇതിനെ വിമർശിക്കുന്ന എല്ലാവർക്കും അറിയാം, താങ്കൾക്കും അറിയാം. അപ്പോൾ അത് ഈ വസ്തുതാവിരുദ്ധമായ നിലപാടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത്. സംസ്ഥാന സർക്കാർ ഇടപെട്ട് മദ്യം നിരോധിച്ചേക്കണം, അതൊക്കെ അങ്ങ് പറഞ്ഞു പോകാമെന്നുള്ളതേ ഉള്ളൂ. അത്തരം കാര്യങ്ങളിലെ ചർച്ചയ്ക്ക് എനിക്ക് അതിനകത്ത് മറുപടിയും പറയാനില്ല ഒന്നും. ഞാൻ പറയുന്നത് ഇന്നത്തെ ചർച്ചാ വിഷയം നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇന്നലെ പ്രഖ്യാപിച്ച മദ്യനയം എന്താണ് എന്നുള്ളതാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അത് 22-23-ലും 23-24-ലും പ്രഖ്യാപിച്ച മദ്യനയങ്ങളുടെ കണ്ടിന്യൂറ്റിയിൽ തന്നെയാണ് ഇന്നലെ പ്രഖ്യാപിച്ച മദ്യനയവും സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ നിലയിൽ അതുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ നിലപാടും തീരുമാനവും. അതാണ്. പിന്നെ അതിൻ്റെ അകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്തെങ്കിലും ഗ്രേവ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യുകയും തിരുത്തേണ്ട സമയങ്ങളിൽ ആവശ്യമായത് തിരുത്തുകയും ചെയ്യും. അത് ഇന്ന് MP രാജേഷ് പറഞ്ഞിട്ടുമുണ്ട്. അതല്ലാതെ പിന്നെ എന്താണ് അധികാരം ഒരു സർക്കാരിന് മദ്യവർജനം? അത് വ്യക്തികൾ തീരുമാനിക്കേണ്ടതല്ലേ? വ്യക്തികൾ ഈ ജനാധിപത്യ ക്രമത്തിൽ, കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് എത്ര ഒരു രാജ്യമാണെന്ന് പറയാതെ എല്ലാവർക്കും അറിയുന്നതാണ്. പാർലമെൻ്ററി ഡെമോക്രസി ഭരണവ്യവസ്ഥയായിട്ട് അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ്. ആ പാർലമെൻ്ററി ഡെമോക്രസി പ്രകാരം തന്നെ അധികാരത്തിൽ കൊണ്ട സർക്കാരാണ് ഇവിടെ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നത്. ആ സർക്കാരിൻ്റെ മദ്യനയം ഇപ്പോഴല്ല, നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ നയപ്രകാരമാണ്, അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ നയവുമായിട്ട് സർക്കാർ മുമ്പോട്ട് പോകുന്നത് അങ്ങനെ തന്നെ ആവുകയും ചെയ്യും. ശ്രീ ജിൻഡോ ജോൺ, കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൻ്റെ തുടർച്ച മാത്രമാണ്, വലിയ കാതലായ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ മദ്യനിരോധനം എന്നത് ഒരു സാങ്കല്പികമായ കാര്യമാണ്, അത് അസാധ്യവുമാണ്. ഈ ഘട്ടം ഘട്ടമായി മദ്യം കുറച്ചു കൊണ്ടുവരിക, മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്ന് തന്നെയാണ് സർക്കാർ ഊന്നിപ്പറയുന്ന കാര്യം. ഇതൊക്കെയാണ് ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളെ താങ്കൾ സ്വീകരിക്കും, എവിടെയൊക്കെ വിയോജിക്കും? ശ്രീ ഗോപി, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വാദത്തോടും യോജിക്കാൻ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, ഈ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സംസ്ഥാനത്തുള്ള 3.5 കോടി ജനങ്ങൾക്ക് കൊടുക്കാനും പിന്നെ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. അതായത് കേരളത്തിൽ നേരവണ്ണ ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാൻ പറ്റാത്തൊരു സർക്കാർ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിദേശത്തേക്ക് അടക്കം കയറ്റി അയക്കും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റണ്ടേ? മാത്രമല്ല, വിദേശത്തു നിന്ന് വരുന്ന ആളുകൾ കൊള്ളാവുന്ന മദ്യം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ നിന്ന് കൊള്ളില്ലാത്ത മദ്യം അങ്ങോട്ട് കയറ്റി അയക്കുന്നതിനെ കുറിച്ചിട്ടാണ് മന്ത്രി പറയുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യബോധം എന്താണെന്ന് അവർ തന്നെ പരിശോധിക്കട്ടെ. പിന്നെ ഇവർ ഡ്രൈ ഡേയിലെ നിയന്ത്രണം നീക്കുന്നത് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇപ്പോൾ മിക്കവാറും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും തന്നെ 1-ാം തീയതി ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ 1-ാം തീയതി ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥർ അപ്പം തന്നെ കൊണ്ടുപോയി ബിവറേജിലും അല്ലെങ്കിൽ മദ്യശാലയിലും കൊടുക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമില്ല. കാരണം ഇവിടെ ശമ്പളം കിട്ടാത്ത ആളുകൾ നിരന്തരം സമരം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവരുടെ ആരുടെയും ശമ്പളം അങ്ങനെ ബിവറേജിൽ പോകുമെന്നുള്ള പേടിയില്ലാത്തത് കൊണ്ടായിരിക്കും സർക്കാർ 1-ാം തീയതിയിലെ ഡ്രൈ ഡേ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അടുത്ത മദ്യവർജനമാണ് അത്ര ഈ സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ എനിക്ക് മുമ്പ്
സംസാരിച്ച ആളുകൾ പറഞ്ഞ പോലെ മദ്യവർജനം എന്നുള്ളത് അത് കഴിക്കുന്ന ആളുകൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്, സർക്കാർ അല്ല തീരുമാനിക്കേണ്ടത്. ഇനി സർക്കാർ അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ പറയുന്നത് ചെറുതടിച്ചാലും കുഴപ്പമില്ലെന്നാണ്. അതുപോലെ തന്നെ EP ജയരാജൻ എന്ന് പറഞ്ഞ മുൻ LDF കൺവീനറും മുൻ മന്ത്രിയും CPM-ന്റെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവും പറയുന്നത് കുഴപ്പമില്ല, അത് ഗ്ലൂക്കോസിന് തുല്യമാണ് കള്ള് കുടിക്കുന്നതെന്ന്. അപ്പോൾ ഇവരെല്ലാം മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു, മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്ന് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ പാർട്ടിയുടെ നയം പോലെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പോലെ ഒരു പരിപാടിയായത്. ഇവർ ഒന്ന് പറയുന്നു മറ്റൊന്ന് ചെയ്യുന്നു. അടുത്തത് ലഭ്യത കുറയ്ക്കുന്നതാണ് ഇവരുടെ പ്രധാന പരിപാടി എന്നാണ് ഇവർ ആദ്യം പറഞ്ഞത്. ലഭ്യത കുറയ്ക്കാനാണെങ്കിൽ മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വഴിയോര കച്ചവടം നടത്തുന്നത് പോലെയാണ്. ആർക്കെങ്കിലും മദ്യം വേണോ എന്ന് ചോദിച്ച് വിളിച്ചു വരുത്തി കൊടുക്കുന്നതിന് തുല്യമാണ്. മദ്യശാലകളുടെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്ര അത്യാവശ്യമുള്ള ആളുകൾ തേടി കണ്ടുപിടിച്ച് കഴിച്ചോളും. ഇത് മദ്യശാലകളുടെ എണ്ണം മുട്ടിന് വർദ്ധിപ്പിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കിട്ടാവുന്ന സൗകര്യം ഒരുക്കിയിട്ട് പറയുക ഞങ്ങൾ മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണ്, മുന്നണിയാണെന്ന്. അത് മാത്രമല്ല, ഇതേ മദ്യത്തിന്റെ വിൽപ്പനയിലൂടെ കിട്ടുന്ന ഒരു വലിയ തുക ഉപയോഗിച്ചുകൊണ്ട് മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ പ്രചരണം കൂടി ഈ സർക്കാർ നടത്തുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കായംകുളത്തെ MLA ആയിട്ടുള്ള പ്രതിഭ ഹരിയെ പോലുള്ള ആളുകളാണ്. അപ്പൊ ഇത് മൊത്തം നമ്മൾ പരിശോധിച്ചാൽ ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്കോ ഈ പാർട്ടിയുടെ മന്ത്രിമാർക്കോ ഈ മന്ത്രിസഭയ്ക്കോ കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല ഇവർ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. ഒരു സൈഡിൽ കൂടെ മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, മദ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു, ലഭ്യത വർദ്ധിപ്പിക്കുന്നു, എന്നിട്ട് പറയുന്നു മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നു എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിച്ചാൽ അതിനെതിരെ നമുക്കെതിരെ കേസെടുക്കും. പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ പോലും ഉപയോഗിച്ചാൽ കേസെടുക്കും. അതേസമയം മുഴുവൻ സാധനങ്ങളും പ്ലാസ്റ്റിക് കവറിലാണ് വിൽപ്പന നടത്തുന്നത്. ഈ വിൽപ്പന നടത്തുന്നതിന് ഇവർക്ക് പരാതിയില്ല, ഇവർക്ക് ഒരു നയപരിപാടിയില്ല, ഇവർക്ക് ഒരു അറസ്റ്റുമില്ല, ഒരു സെർച്ചുമില്ല. അതിന് സമാനമാണ് മദ്യവും. മദ്യം പരമാവധി ആളുകളിലേക്ക് ഒഴുക്കുക, പരമാവധി സാധാരണക്കാരിൽ നിന്ന് മദ്യത്തിന്റെ പേരിൽ പണം ആർജിച്ചെടുക്കുക. ഇവിടെ വൻകിട മുതലാളിമാർക്ക് ആർക്കും അല്ലെങ്കിൽ വൻകിട അതിസമ്പന്നരാരും നമ്മുടെ ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നില്ല. ഈ സർക്കാരിന് അല്പം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള മദ്യം കൊടുക്കുന്നതിനോടൊപ്പം മദ്യത്തിന്റെ വില കുറച്ചെങ്കിലും ഈ സർക്കാരിന്റെ ദുര്യോഗങ്ങളിൽ ദുരന്തങ്ങളിൽ വിഷമം പേറുന്ന മനുഷ്യർ ഒരു ചെറുത് മേടിച്ചടിച്ചു വേണ്ടി ഇത് മറക്കാൻ ചെല്ലുമ്പോൾ ക്യൂ നിൽക്കുന്നവർക്ക് വിലക്കുറവെങ്കിലും കൊടുക്കാനുള്ള ഒരു സൗമനസ്യം കാണിക്കണം. കാരണം മദ്യവർജനം, മദ്യ നിരോധനം, ഘട്ടം ഘട്ടമായിട്ടുള്ള ഇല്ലാതാക്കൽ എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. ഇത് ശരിയാണോ എന്ന് ഇവർ പരിശോധിക്കണം. ഇവിടെ മദ്യം ഒന്നിച്ച് ഒറ്റയടിക്ക് നിർത്തണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള എന്ത് പഠനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ നടത്തിയിട്ടുള്ളത്? മദ്യം ഒറ്റയടിക്ക് നിർത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്ന സോഷ്യൽ ഇഷ്യൂസ്, മറ്റ് പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ പഠിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റ് രാസലഹരികളുടെ ഉപയോഗം കുറയ്ക്കാമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇവിടുത്തെ എക്സൈസും പോലീസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഒക്കെ കുറെ കൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ ലഹരി അടിച്ച് പ്രാന്ത് പിടിച്ച് ആളുകളെ കൊല്ലാൻ വരുന്നവരെ നിയന്ത്രിക്കുകയല്ലേ ആദ്യം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് ഗോപി. ഞാൻ ഇന്നലെ മലപ്പുറം ജില്ലയിൽ ഈ മിനി ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തൊന്ന് പോകേണ്ടി വന്നു. ആ മിനി ഊട്ടി ഒന്ന് സന്ദർശിച്ചു. മിനി ഊട്ടി ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒരാളാണ് മുഹമ്മദ് റിയാസ്. ആ മിനി ഊട്ടിയിൽ നിങ്ങൾ 24-ന്റെ ക്യാമറയുമായിട്ട് നാളെ ഒന്ന് പോകണം. ആ മിനി ഊട്ടിയിൽ എത്തുന്ന ആളുകളുടെ വണ്ടിയുടെ ടയർ പഞ്ചറാവാതെ അവിടെ എത്താൻ പറ്റില്ല. അപ്പൊ മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മദ്യത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് അത് സുലഭമാക്കുന്നതിൽ മാത്രമല്ല ടൂറിസം ഡെവലപ്പ് ആകുന്നത്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ആർജവം സംസ്ഥാന സർക്കാരിന് ഉണ്ടാകണം. നാട്ടിൽ വരുന്ന ടൂറിസ്റ്റുകൾ മുഴുവൻ മദ്യപിച്ച് ലക്കുകെട്ട് വഴിയിൽ കിടക്കാൻ വരുന്നവരല്ല. അപ്പൊ നമുക്ക് സമഗ്രമായിട്ടുള്ള ഒരു ടൂറിസം പദ്ധതിയാണ് വേണ്ടത്. അല്ലാതെ മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ മാത്രം ടൂറിസം വികസനം ഒതുങ്ങി നിൽക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട്. ശ്രീ ഹരി, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങളെ, അതായത് ഈ നയത്തിൽ വെള്ളം ചേർത്തു എന്നൊക്കെ പറയുമ്പോൾ മദ്യപാന സംഘടന, അതായത് നിങ്ങളെപ്പോലുള്ളവർ അതിനെ സ്വീകരിക്കുകയാണ്. അത് നന്നായി എന്ന അഭിപ്രായമാണ് ഹരി നേരത്തെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു വലിയ സ്രോതസ്സായി ഈ മദ്യവിൽപ്പന നിൽക്കുമ്പോൾ, സർക്കാരിന് മുന്നിൽ നിൽക്കുമ്പോൾ, മദ്യപന്മാരോട്, മദ്യം ഉപയോഗിക്കുന്ന ആളുകളോട് അവരെ വേണ്ട രീതിയിൽ ഈ സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്ന അഭിപ്രായവും മദ്യപാന സംഘടനയ്ക്കുണ്ടോ? ഇപ്പം നേരത്തെ ശ്രീ ജിൻഡോ ഒക്കെ പറഞ്ഞതുപോലെ ഏറ്റവും ചുരുങ്ങിയത് മദ്യപിക്കാൻ എത്തുന്നവരെ മാന്യമായി ട്രീറ്റ് ചെയ്യുകയും അവർക്ക് വില കുറച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരു സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് മദ്യപാന സംഘടന കരുതുന്നുണ്ടോ? അതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ മദ്യം വില കുറച്ച് കൊടുക്കണമെങ്കിൽ മദ്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കണം. ഇത് ബീഹാറിൽ നിന്ന് UP നിന്നും മധ്യപ്രദേശിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വില കുറച്ച് കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഡിക്ഷണറിയും ഊബറിയും ഉണ്ട്. ഇവിടെ ഉൽപ്പാദിച്ചാൽ മാത്രമേ ഇവിടെ വില കുറച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൂടെ മനസ്സിലാക്കണം. രണ്ടാമത് ഊബറിയും ഡിക്ഷണറിയും വന്നാൽ മാത്രമേ ഇവിടെ തൊഴിൽ കിട്ടുള്ളൂ. അല്ല തൊഴിൽ ഞാൻ PSCയിലുണ്ട്, എനിക്ക് ജോലി വേണമെന്ന് സെക്രട്ടറിൻ്റെ വേണ്ടി സമരം ചെയ്ത് അവർ ഇവിടെ നിന്ന് ജോലി എടുത്ത് കൊടുക്കും. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വന്നാൽ മാത്രമേ തൊഴിൽ കൊടുക്കാൻ പറ്റൂ സർക്കാരിന്. അല്ല സർക്കാരിന് വേറെ ഇടത്തുനിന്ന് കൊണ്ട് കൊടുക്കാൻ മാർഗ്ഗമൊന്നുമില്ല.
അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരണം, നല്ല രീതിയിൽ നല്ല മദ്യം ഉണ്ടാക്കണം, അതിൻ്റെ ക്വാളിറ്റി കുടിക്കുന്നവൻ അറിയണം, ബിവറേജിലിരിക്കുന്ന ആൾക്കാർ അവരോട് മാന്യമായിട്ട് പെരുമാറണം, പോലീസും അതുപോലെ പെരുമാറണം. ഗവൺമെൻറ് അതിന് നല്ലൊരു കാര്യം അതിനകത്ത് പങ്കുവയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മറ്റു ലഹരി ഉൽപ്പന്നങ്ങൾ നമ്മളെ കേരളത്തോട്ട് കടന്നു വരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിലും 1000 കോടി രൂപ വരെ ലഹരി ഉൽപ്പന്നങ്ങൾ ഈയിടയ്ക്കൊക്കെ പിടിക്കാൻ സാധിച്ചത്. അത് എത്രയോ 10,000 കോടി രൂപയ്ക്ക് വന്നതിന് ശേഷമാണ് 1000 കോടി രൂപയ്ക്ക് ഇവിടെ പിടിക്കാൻ സാധിക്കുന്നത്. പല മാർക്കറ്റിൽ കൂടെ ദിവസം എത്രയോ കോടി രൂപ പല മാർക്കറ്റിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും നമ്മൾ ഇവിടെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരെങ്കിലും അറിയുന്നുണ്ടോ? ആരും എവിടെയെങ്കിലും ഇട്ട് ഒരെണ്ണോ ഒന്നോ രണ്ടോ പിടിച്ച് മറ്റുള്ള വലിയ സംഭവങ്ങൾ പ്രതികരിച്ചുകൊണ്ട് പോലീസുകാരനുണ്ട് എച്ച്.ഐ.സാരൊന്ന് ഫോട്ടോ എടുക്കുന്നതല്ലാണ്ട് പിന്നെ അത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഏത് മാർഗം വന്നു ഇതിനെക്കുറിച്ച് ഒരുത്തർ അന്വേഷിക്കാൻ പോകുന്നില്ല. ഒരു FRO അന്വേഷിക്കാൻ പോകുന്നില്ല, ഒരു ഇൻ്റലിജൻസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നില്ല. ഇത് നടന്നു വരുന്നതൊന്നും അല്ലല്ലോ, ആൾക്കാർ കൊണ്ടുവരുന്നതാണല്ലോ ഇതെല്ലാം, കപ്പൽ വഴിയോ ഫ്ലൈറ്റ് വഴിയോ ഇവിടെ വന്ന് ഇറങ്ങുന്നത്. എത്രയോ കോടി രൂപയ്ക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇതിനെ ഒരിക്കൽ ഒരു പോലീസുകാരൻ പിടിക്കുന്നത്. അത് ഒറ്റ കൊടുത്തിട്ടാണ് പിടിക്കുന്നത്, അല്ല നേരിട്ട് ഇവരെ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇതിലൊരു ചെറിയൊരു മേഖല ജോലിയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് ഒറ്റ കൊടുത്തിട്ടാണ് പിടിക്കപ്പെടുന്നത്. കഞ്ചാവും ശരി, മറ്റ് ഏത് ലഹരി ഉൽപ്പന്നങ്ങളും ശരി. അല്ല ഒരു പോലീസാണ് സ്വപ്നം കണ്ടിട്ടോ അവൻ്റെ കഴിവുണ്ടെന്നോ അല്ല ഇത്. അവിടെ ആ രാജ്യത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ ഇവിടെ ചില പൈസ പ്രശ്നങ്ങളും മറ്റ് സംഭവങ്ങളും ഇതിനകത്ത് ഒരുപാട് നൂലാമാലകളുണ്ട്. അതിൽ ഒറ്റ കൊടുക്കപ്പെടുമ്പോഴാണ് ഇവിടെ പിടിക്കപ്പെടുന്നത്. അത് 10,000 കോടി രൂപയ്ക്ക് കൊണ്ടുവരുമ്പോൾ 1000 കോടി രൂപയ്ക്ക് പിടിച്ച് ഒരു ചെറിയ പ്രസ്താവനയൊക്കെ നടത്തി അതോടെ അവിടെ പൂട്ടും. പിന്നെ അത് എങ്ങനെ വന്നു, ആർക്ക് വേണ്ടി വന്നു, ആർക്ക് മൂലം വന്നു എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് വലിയ ഉന്നത കൈകൾക്കാർക്ക് ഇതിൻ്റെ കൈകളുള്ളത്, അതുകൊണ്ട് അവിടെ നിൽക്കും. ഈ ഉന്നതം വെച്ചാൽ വലിയ ഉന്നത സ്രാവുകൾ ഇതിനകത്തുള്ളതുകൊണ്ട് ഇത് പിന്നെ മുമ്പോട്ട് പോകത്തില്ല, അവിടെ നിൽക്കും. എന്തുകൊണ്ട് വരുന്നു? ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിൽ കേരളത്തിലുള്ള മദ്യങ്ങളുടെ വില കൂട്ടുകയും അതിൻ്റെ സംവിധാനത്തിൽ മാറ്റങ്ങൾ വന്നതുകൊണ്ടും ഈ അടച്ചിടലും. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് ചോദിക്കണം, ഗുജറാത്തിൽ ഗാന്ധിജി ജനിച്ച സ്ഥലമാണ്, എല്ലാ പെട്ടിക്കടയിലും കിട്ടും. ഇവിടെ കിട്ടുന്ന 500 രൂപയുടെ സാധനം അവിടെ 80 രൂപയ്ക്ക് കിട്ടും. നിങ്ങൾക്കറിയാമോ? ഗുജറാത്തിൽ എവിടെ ചെന്ന് ചോദിച്ചാലും ഈ ഇവിടെ കിട്ടുന്ന 500 രൂപയുടെ സാധനം 80 രൂപയ്ക്ക് എല്ലാ പെട്ടിക്കടകളിലും കിട്ടും. സത്യമാണത്. ജിൻഡോ എന്താണ് പറയാൻ ശ്രമിച്ചത്? ജിൻഡോ ഗോപി, എനിക്ക് അതിലൊരു 3 കാര്യം പറയണ്ട. ഒന്ന്, ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിച്ചാൽ മദ്യത്തിന്റെ വില കുറയുമെന്നുള്ളത് ഒരു തെറ്റായ നിരീക്ഷണമാണ്. ഇവിടെ നമ്മുടെ ബിവറേജിൽ കൊടുക്കുന്ന മദ്യത്തിന്റെ വില വർദ്ധിക്കുന്നതിന്റെ ഒരു പ്രധാന ഭാഗം അധിക നികുതി ഏർപ്പെടുത്തുന്നതാണ്. അപ്പോൾ വെറുതെ നികുതി കൂട്ടിക്കൊണ്ട് ഈ സാധാരണ മനുഷ്യരെ കൊള്ളയടിക്കുന്നതിന് തുല്യമായിട്ടുള്ള 300-350 ഇരട്ടി നികുതി ചുമത്തുന്നത് ആണ് ശരിയല്ലാത്ത മാർഗം. അപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് മാത്രം വില കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് തെറ്റായ നിരീക്ഷണമാണ്. 2, മലബാർ ഡിസ്റ്റിലറി എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്ഥാപനം പൂട്ടിക്കിടക്കുകയാണ്, വെള്ളമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ കുടിവെള്ളം പോലും ഇല്ലാതെ അതുപോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാർ മദ്യം വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് സേവനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് ഒരു ആത്മാർത്ഥത ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അടുത്തത്, തൊഴിൽ കിട്ടാൻ വേണ്ടി ഡിസ്റ്റിലറി വരണം എന്നുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണം തെറ്റാണ്. ഇവിടെ PSC റാങ്ക് ലിസ്റ്റിൽ പെടുന്ന, CPO റാങ്ക് ലിസ്റ്റിൽ പെടുന്ന, വനിതാ റാങ്ക് ലിസ്റ്റിൽ പെടുന്ന ആളുകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക സെക്രട്ടേറിയറ്റിന് പുറത്ത്. അവർ എത്രയോ ദിവസമായി സമരം ചെയ്യുന്നു. അവരുടെ വേക്കൻസി ഉണ്ടായിട്ട് പോലും അവർക്ക് മെമ്മോ കൊടുക്കുന്നില്ല, അവരെ ജോലിക്ക് എടുക്കുന്നില്ല. അപ്പോൾ മദ്യശാലകൾ വന്നാലേ തൊഴിൽ കിട്ടുമെന്നുള്ളത് തെറ്റായ നിരീക്ഷണമാണ്. എത്ര മദ്യശാലകൾ വരാൻ പറ്റും? കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മുഴുവൻ മദ്യശാലകളിലാണ് തൊഴിൽ കൊടുക്കാൻ പറ്റുക. അതൊരു തെറ്റായ നിരീക്ഷണമാണ്. ഇവിടെ എത്രയോ തൊഴിൽ മേഖലകൾ വരാൻ പറ്റും, IT വരാം, ടൂറിസം മേഖലയിൽ മദ്യശാലകൾ തുടങ്ങാതെ തന്നെ എത്രയോ വികസന പ്രവർത്തനങ്ങൾ വരാൻ പറ്റും. അപ്പോൾ അതിനോട് ആലോചിതമായിട്ടുള്ള ആനുകാലികമായിട്ട് നിരീക്ഷണമില്ലാതെ മദ്യശാലകളിലൂടെ തൊഴിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു താഴെ തട്ടിലുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു നിരീക്ഷണമാണെന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. അടുത്തത്, നമ്മൾ ഈ മദ്യപാനികളെ പോലും തെറ്റിദ്ധരിപ്പിക്കുക. അവരെ ചൂഷണം ചെയ്തത് ആരാന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടല്ല നിങ്ങൾ കുടിക്കുന്ന മദ്യത്തിന് വില കൂടുന്നത്, ഇവിടുത്തെ സർക്കാർ നിങ്ങളെ കൊള്ളയടിക്കുന്നത് കൊണ്ടാണ്. ശ്രീ M. ജയചന്ദ്രൻ, അതായത് ഈ മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരികയാണ് ലക്ഷ്യമെങ്കിൽ ഈ കൂടുതൽ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോകുന്നത്, കൂടുതൽ മദ്യഷോപ്പുകൾ തുറക്കുന്നത്, ആകെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈ ഡേയിൽ ഇളവ് വരുത്തുന്നത്, ഇതൊക്കെ നടത്തി. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ എക്സൈസ് മന്ത്രി പറഞ്ഞതുപോലെ മദ്യത്തെ വ്യവസായമായിട്ടാണ് കാണുന്നത്, മദ്യത്തെ ഒരു വരുമാന മാർഗമായിട്ടാണ് സർക്കാർ കാണുന്നത് എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സത്യസന്ധമായി അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാണ് വെറുതെ അതിനിടയിൽ കൊണ്ടുപോയി ലഹരി വിമുക്തമാക്കാൻ ശ്രമിക്കുന്നു, ലഹരിയോടുള്ള ആസക്തി കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്, കൂടുതൽ ഈ ആളുകളെ മദ്യത്തിൽ നിന്ന് പിറകോട്ട് വലിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വ്യാജമായ ആത്മാർത്ഥതയില്ലാത്ത ഒരു നറേറ്റീവ് എന്തിനാണ് അവിടെ? ഞങ്ങൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങളിത് നടപ്പാക്കുന്നു, കേരളത്തിൽ മദ്യം ഉപയോഗിക്കുന്നവരുണ്ട്, മയക്കുമരുന്ന് പോലെയുള്ള വലിയ വിപത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇതാണെന്ന് സർക്കാരിന് തോന്നുന്നു എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് കുറെ കൂടി ഹോണസ്റ്റ് ആയിക്കൂടെ? അല്ല, അത്തരം ഡബിൾ സ്റ്റാൻഡേർഡ് എന്തിനാണ് അങ്ങനെ കാണിക്കണമെന്ന് പറയുന്നത്? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതിലല്ലേ സത്യസന്ധതയുള്ളത്. അതിനെ അങ്ങനെയല്ലേ ഗോപികൃഷ്ണൻ കാണേണ്ടത്? കാരണം മദ്യവ്യവസായം എന്നുള്ളത് യാഥാർത്ഥ്യബോധമുള്ള ഒരു ബിസിനസ്സായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നതാണ്. അത് കൊണ്ടുവന്നത് LDF സർക്കാരിൻ്റെ സംഭാവനയൊന്നുമല്ല.
മാറി മാറി വരുന്ന ഏത് സർക്കാരുകളും നടപ്പാക്കുന്ന ഒരു നിലപാടാണ് മദ്യവ്യവസായം എന്നുള്ളത്. ആ നിലപാടിൽ നിന്ന് മാറാനായിട്ട് 95 ഏപ്രിൽ 1 ചാരായം നിരോധിച്ചല്ലോ. എന്താണ് സംഭവിച്ചത് പിന്നീട്? അത് കഴിഞ്ഞ് പിന്നീട് 2001 വീണ്ടും AKN അധികാരത്തിൽ വന്നല്ലോ. 5 വർഷം അധികാരത്തിൽ വന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും 2001 അധികാരത്തിൽ വന്നല്ലോ. എന്തായിരുന്നു ആഫ്റ്റർ എഫക്റ്റ്? എന്തായിരുന്നു? കോൺഗ്രസ് ചർച്ച ചെയ്തിട്ടുണ്ടോ ആഫ്റ്റർ എഫക്റ്റ്? അവിടെ റീഹാബിലിറ്റേഷൻ, തൊഴിലാളികളുടെ പണി പോയവരുടെ അടക്കം പ്രശ്നങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചു ആരെങ്കിലും എവിടെയെങ്കിലും? എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ആ പിന്നെ ചാരായ നിരോധനം കൊണ്ട് നേട്ടമുണ്ടാക്കിയത് ആരാണ് എന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത് ഇവിടെ? അല്ലേ? അന്ന് ഇതുപോലെ ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നില്ല സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ളത്. അന്നുണ്ടായിരുന്നത് ബാർ മുതലാളിമാരായിരുന്നു. ഈ ചാരായ നിരോധനം കൊണ്ട് നേട്ടമുണ്ടാക്കിയത് മുഴുവൻ ബാർ മുതലാളിമാരായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അതിൻ്റെ ഗുണഭോക്താക്കൾ ഏത് രാഷ്ട്രീയ കക്ഷിയുമായി ബന്ധപ്പെട്ടവരാണ് കൂടുതൽ എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? പിന്നെ അത്തരം മനോഹരമായ കാൽപ്പനികമായ പ്രത്യയശാസ്ത്ര അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ വ്യൂസ് എന്തെങ്കിലും മുമ്പോട്ട് വെച്ചുകൊണ്ട് ജിൻഡോ ഇവിടെ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയാൽ അത് ആത്മാർത്ഥതയുള്ളതല്ലെന്നും പറയാൻ വേണ്ടി മാത്രം പറയുന്നതാണെന്നും ആർക്കാണ്, പ്രേക്ഷകർക്ക് ഇത് കേൾക്കുന്ന ആർക്കാണ് മനസ്സിലാവാത്തതെന്നേ? പിന്നെ മറ്റൊന്ന്, ഇപ്പോഴത്തെ ഇന്നലെ പ്രഖ്യാപിച്ച മദ്യനയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു 2022, 2023 പിന്നീട് 2023, 2024 വന്ന മദ്യനയങ്ങളുണ്ടല്ലോ. അതിൽ കേരളത്തിൽ പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ചിലത് ഉണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറിനും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ആ ഒരു പതിവിൽ നിന്ന് മാറ്റം വരണം, സ്പിരിറ്റ് കമ്പനികൾ ഇവിടെ തുടങ്ങാം എന്നുള്ളതായിരുന്നു അന്ന് തീരുമാനിച്ച പുതിയ മദ്യനയം. തൊട്ടടുത്ത വർഷം 2023, 2024 അത് കുറച്ചുകൂടെ പരിഷ്കരിച്ചിട്ടാണ് ഡിസ്റ്റിലറികൾക്ക്, ബ്രൂവറികൾക്ക് ഇവിടെ തന്നെ തുടങ്ങാം എന്ന് തീരുമാനിക്കുന്നത്. അത് രണ്ടും ആ 2 വർഷങ്ങളിലായുള്ള മദ്യനയത്തിൻ്റെ തീരുമാനമായിരുന്നു. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് കുറച്ചുകൂടെ കോൺക്രീറ്റ് ആക്കിയിട്ടുമുണ്ട്. അതാണിപ്പോൾ വന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഒളിച്ചോട്ടമല്ല ചെയ്തത്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപുറം, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യവസായമായി നിലനിൽക്കുമ്പോൾ തന്നെ പിന്നെ നിരവധി തൊഴിലാളികളും അനുബന്ധമായി ക്ഷേമനിധി ബോർഡുകളും അടക്കമുള്ള ഒരു വ്യവസായ മേഖലയായിട്ട് തന്നെയാണ് മദ്യവ്യവസായം കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ജിൻഡോ ഇങ്ങനെ വളരെ എന്താണ് ആശയപരമായി അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രബദ്ധമായി അല്ലെങ്കിൽ ഗാന്ധിയൻ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ടുള്ളത്, ഒരു ചോദ്യം മാത്രമാണ് കേട്ടോ. താങ്കളത് മറുപടി പറയണം എന്നുപോലും ഞാൻ ആഗ്രഹിക്കില്ല. കാരണം കോൺഗ്രസിൻ്റെ നേതാക്കളിൽ നേരിട്ട് മദ്യക്കച്ചവടം നടത്തുന്ന, സ്വന്തം പേരിൽ ബാർ ലൈസൻസ് ഉള്ള നേതാക്കളില്ലേ, പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കീ പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരില്ലേ, പാർലമെൻ്ററി പദവികളിലിരിക്കുന്ന ആൾക്കാരില്ലേ, ഇതെങ്കിലും നിങ്ങളിത് നിർത്തണം മിസ്റ്റർ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട നേതാവെ നിങ്ങളിത് നിർത്തണം എന്ന് ആശയപരമായി പ്രതിബദ്ധതയോടുകൂടി ഒന്ന് പറയാനായിട്ട് താങ്കൾ പറഞ്ഞിട്ട് കാര്യവുമില്ല. അത് പിന്നെ KPCC ആണ് തീരുമാനിക്കേണ്ടത്. അത്ര ഒരു ആശയപരമായ നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് KPCC തയ്യാറാവാത്തത്? അങ്ങനെ KPCC തയ്യാറാവണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതിയൊക്കെ എന്തുകൊണ്ടാണ് ഒരു പ്രസ്താവനയെങ്കിലും പുറപ്പെടുവിക്കാത്ത? എന്താണ് ഒരു സാധാരണക്കാരൻ്റെ സംശയം ഞാൻ ഉന്നയിക്കുന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ല ഗോപി എനിക്ക് അദ്ദേഹത്തോട് 2 ചോദ്യം. 95 ചാരായ നിരോധിച്ചപ്പോൾ ബാറുകാർക്കാണ് ഗുണം കിട്ടിയത്. അത് ഏത് പാർട്ടിയിൽപ്പെട്ട ബാറുകാരാണെന്ന് അദ്ദേഹം ചോദിച്ചു. എനിക്കറിയില്ല. അദ്ദേഹത്തിന് അറിയാമെങ്കിൽ പറയണം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ബാറുകാർക്കാണ് ഗുണം കിട്ടിയത്. ഇനി അത് കോൺഗ്രസിനാണ് എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ പുതിയ ബാർ ലൈസൻസുകൾ കൊടുക്കുമ്പോൾ അത് ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്, അത് എന്ത് മാനദണ്ഡത്തിലാണ് എന്നുകൂടി പറയാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട്. രണ്ടാമത്തത്, ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ KPS ലളിതനെയും ഇന്നസെന്റിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ പരസ്യം വ്യാജമായിട്ടുള്ള അവകാശവാദമാണ്, നിങ്ങളുടെ കപടമായിട്ടുള്ള ഒരു ആദർശബോധമായിരുന്നു എന്ന് സമ്മതിച്ചു തരണം. മൂന്നാമത്, ബാറുകൾ നടത്തുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഉണ്ട് അത്രേ. അങ്ങനെയാണെങ്കിൽ ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, പാർലമെന്ററി രംഗത്തുള്ളവരുടെ പേര് താങ്കൾ ഈ ചർച്ചയിൽ പറയണം. എനിക്ക് സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, എനിക്കറിയില്ല, താങ്കൾക്കറിയാമെങ്കിൽ പറയണം. അടുത്തത്, അവരൊക്കെ ബാർ നിർത്തണമെന്ന് എന്തിന് ഞാൻ പറയണം? കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, വലിയ രീതിയിലുള്ള വലിയ മാർക്സിസ്റ്റ് താത്വിക ആചാര്യനായിട്ടുള്ള MP ഗോവിന്ദനെ പോലുള്ള ആളുകൾ പറയുന്നു പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ബാർ നടത്താം, കുടിക്കാതിരുന്നാൽ മതിയെന്ന്. അപ്പൊ പിന്നെ നിങ്ങളുടെ ആളുകൾക്ക് നടത്താവുന്ന ബിസിനസ് KPCCയുടെ ആളുകൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നത് പോലും ഒരു ഇരട്ടത്താപ്പാണ്. ഞാൻ പറയുന്നത് ഗാന്ധിയം ആദർശത്തിൽ ഊന്നിയിട്ടല്ല, ഞാൻ പറയുന്നത് സാധാരണ മനുഷ്യനും മനസ്സിലാകുന്ന ഒരു ലോജിക്കൽ പ്രശ്നമാണ്. നിങ്ങൾ പറയുന്നു മദ്യവർജനവും മദ്യനിരോധനവും ഘട്ടം ഘട്ടമായിട്ടുള്ള ലഭ്യത കുറവുമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ പിന്നെ ഇതിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? അത് ഒട്ടും മനസ്സിലാകുന്നില്ല. സാറേ, ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞതാ. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങൾ മദ്യശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കും, ഞങ്ങൾ മദ്യത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കും, അളവ് വർദ്ധിപ്പിക്കും, ആളുകളെ കുടിപ്പിച്ച് കിടത്തും, ആ കാശ് കൊണ്ട് അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു.
ശ്രീ പ്രസാദ് കുരുവിള, ശരി, സർക്കാരിന്റെ മദ്യനയത്തോട് നിങ്ങൾക്ക് വിയോജിപ്പാണ്. നിങ്ങൾ പറയുന്നത് ഇത് കൂടുതൽ മദ്യപന്മാരെ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. KCBC എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. ശ്രീ M. ജയചന്ദ്രൻ, താങ്കൾക്ക് മറുപടി പറയാം ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾക്ക്. കേരളത്തിൽ 942 ഗ്രാമപഞ്ചായത്തുകളുണ്ടല്ലോ ഗോപീകൃഷ്ണൻ. ഓരോ പഞ്ചായത്തിലും ഓരോ മദ്യശാല വെച്ച് ബേറിയസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് തുറക്കാനുള്ള നയമൊന്നും ഈ ഗവൺമെൻറ് ഇല്ലല്ലോ, ചെയ്യുന്നുമില്ലല്ലോ. വളരെ പരിമിതമായ അളവിൽ മാത്രമാണ് അതിൻ്റെ ഒരു വർധനവ് ഇത്രയും കാലത്തിനിടെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ മൊത്തത്തിൽ കേരളം മുഴുവൻ മദ്യശാലകളുടെ ഔട്ട്ലെറ്റ് നടത്തി വ്യാപിപ്പിച്ചേക്കാം എന്നുള്ള ഒരു ധാരണയും സർക്കാരിനില്ല, അങ്ങനെ ചെയ്യുകയുമില്ല. അതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണല്ലോ, നമ്മുടെ മുമ്പിൽ കാണുന്നതാണല്ലോ ഞാൻ ഈ പറഞ്ഞ യാഥാർത്ഥ്യം. ഈ പറഞ്ഞ 942 പകുതി പോലും എണ്ണം ഇല്ലല്ലോ കേരളത്തിലെ മൊത്തം മദ്യശാലകൾ, കൺസ്യൂമർ ഫെഡിൻ്റെയും കൂടെ ചേർത്തെടുത്താലും ഇല്ലല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അത്തരത്തിലുള്ള ഈ വിചാരണകൾ അനാവശ്യവുമാണ്. ഇന്നെ ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ടാക്സ് കണ്ടമാനം കൂട്ടുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ, ടാക്സ് കൂട്ടാതെയാണോ നിങ്ങൾ ഭരിക്കുമ്പോൾ മദ്യവ്യവസായം നടത്തിക്കൊണ്ട് പോയിരുന്നത്, ബേറിയസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ നമ്മുടെ മറ്റൊരു പാനലിസ്റ്റ് പറഞ്ഞല്ലോ, ഗുജറാത്തിൽ പെട്ടിക്കടകളിൽ പോലും ഇവിടെ 500 രൂപ കിട്ടുന്ന മദ്യം അവിടെ 80 രൂപയ്ക്ക് കിട്ടും. വസ്തുതയാണ്. അവിടെ പക്ഷേ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അദ്ദേഹം അത് ഓർത്തില്ലെന്ന് തോന്നുന്നു പറയാൻ. അവിടെ മദ്യനിരോധനമാണെന്നേ. അവിടെ മദ്യനിരോധനം പ്രഖ്യാപിച്ചിട്ടുള്ള, ഔപചാരികമായി പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. പക്ഷേ പെട്ടിക്കടയിലും കിട്ടും ഗുജറാത്തിൽ എവിടെയും മദ്യം. അതാണ് അവസ്ഥ. അത് കോൺഗ്രസ് 30 വർഷം മുമ്പ് അവിടുന്ന് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു, അത് വേറെ കാര്യം. പക്ഷേ മദ്യനിരോധനം എന്നും അവിടെ ഉണ്ട്, ഗാന്ധിജിയുടെ നാടല്ലേ. പക്ഷെ അവിടെ സുലഭമാണ് മദ്യം. അത് ഈ മദ്യനിരോധനത്തിൻ്റെ മറ്റൊരു മറുവശം നമ്മളെ കാട്ടി തരുന്നതും കൂടെയാണ്. മദ്യപാന ഉപയോഗം, ഒരു മദ്യനിരോധനം, ഏതെങ്കിലും ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ട് അവിടെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഭരണകൂട പരാജയമാണ്. ശരി, ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പ്രേക്ഷകർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. നയം എന്താണെങ്കിലും അത് ജനോപകാരപ്രദമല്ലെങ്കിൽ ആ നയത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും സാമൂഹിക നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടും. മദ്യ നിരോധനം അതല്ലെങ്കിൽ മദ്യത്തിന്റെ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരിക എന്നതാണ് ഈ സർക്കാരിന്റെ നയമെങ്കിൽ അതിനോട് ആത്മാർത്ഥത പുലർത്തുന്ന ഒന്നായി മാറണം ഈ നയങ്ങൾ. അതല്ലെങ്കിൽ അത് നാളെ ചോദ്യം ചെയ്യപ്പെടും. ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് ഒരിക്കൽ കൂടി നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു.